ഹായ് ഹലോ വെൽക്കം ടു ആസ്പിറൻസ് അക്കാഡമി. ഇതെന്താണ് ഈ സിലബസൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ മെയിൻസിൻ്റെ പേപ്പർ 1 സിലബസാണ് ഈ കാണുന്നത്. എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ നമ്മുടെ ചാനൽ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവർക്കൊക്കെ അറിയാം. നമ്മുടെ ഒരു ബാച്ച് ഉണ്ട്, ആസ്പിറൻസ് അക്കാഡമി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇതിൽ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് ഒരു ബാച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജോയിൻ ആവുന്നവർക്ക് ജോയിൻ ആകാമെന്ന് പറഞ്ഞ് നേരത്തെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടായി. പിന്നീട് നമുക്ക് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻക്വയറീസ് വന്നു കഴിഞ്ഞപ്പം ഇംഗ്ലീഷിൻ്റെ കുറേ ബേസിക് ക്ലാസ്സസ് കഴിഞ്ഞു, മാത്സിൻ്റെ കുറേ ബേസിക് ക്ലാസ്സസ് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ആർക്കും അഡ്മിഷൻ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ഓൾറെഡി കഴിഞ്ഞുകൊണ്ട് റെക്കോർഡിങ്സ് ഒന്നും നമ്മൾ അങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആൾക്കാർക്ക് ഇനി പുതുതായിട്ട് വരുന്നവർക്ക് അഡ്മിഷൻ കൊടുക്കുന്നില്ല എന്നാണ് വെച്ചത്. പക്ഷേ നമ്മുടെ 11 മണിക്കത്തെ ക്ലാസ്, അതായത് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് മെയിനായിട്ട് 11 മണിക്ക്, രാവിലെ 11 മണി തൊട്ട് ഒരു 12:30 വരെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് ഇംഗ്ലീഷാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് മാത്രമായിട്ട് കിട്ടുമെന്ന് പറഞ്ഞ് കുറച്ച് എൻക്വയറീസ് വന്നിരുന്നു. അപ്പോൾ ആ ടൈമിൽ വേണ്ടാന്നുള്ള രീതിയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് 11 മണിക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സായിട്ട് മാത്രം വേണം എന്നുണ്ടെങ്കിൽ അവർക്ക് അഡ്മിഷൻ എടുക്കാം. അതായത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ ഇപ്പോൾ 11 മണി തൊട്ട് 12:30 വരെയാണ് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്നത്. ഇതിൽ ഒരു വീക്കിൽ 3 ക്ലാസ്സസ് ഇംഗ്ലീഷിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 ക്ലാസ്സസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ ബേസിക്സ് തൊട്ട് പഠിപ്പിക്കില്ല. കാരണം നമ്മൾ എന്തായാലും ജനുവരി ആയിട്ടുണ്ട്, ഒരു ജൂലൈ ഒക്കെ ആകുമ്പോഴാണ് നമ്മുടെ പ്രിലിംസ് വരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, പ്രിലിംസിന് 20 മാർക്സാണ് നമ്മുടെ ഇംഗ്ലീഷിനുള്ളത്. 20 മാർക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 20 മാർക്ക് മാത്സിനുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഭയങ്കര നിർണായകമായിട്ടുള്ള ടോപ്പിക്സാണ് ഈ മാത്സും ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് ഒരു അത്യാവശ്യം നല്ല സ്കോർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് GK ആണെങ്കിലും ഏതെങ്കിലും മാർക്ക് കുറച്ച് ബാക്കിലോട്ട് ആണെങ്കിലും നിങ്ങൾക്ക് പ്രിലിംസ് കയറിപ്പോകാം. ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് തന്നെ പ്രിലിംസ് കയറുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സ്, ഇങ്ങനെയുള്ള ടോപ്പിക്സിൽ നിങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് കയറി പോകുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പ്രിലിംസ് കയറിപ്പോയത് വെറും ഒരു 4-6 മാസത്തെ പഠിത്തം കൊണ്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് പ്രിലിംസ് പാസ്സായത്. അത് മെയിനായിട്ട് എൻ്റെ കയ്യിൽ മാത്സും ഇംഗ്ലീഷും ഉള്ളത് കൊണ്ടായിരുന്നു. GKയിൽ എൻ്റെ കുറേ മാർക്ക് പോയിട്ടുണ്ട്. അതുപോലെ UAൻ്റെ പ്രിലിംസ് ഞാൻ അതിൻ്റെ കട്ട് ഓഫ് കടന്നിട്ടേ ഉള്ളൂ. ആ കടക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് മാത്സിനും ഇംഗ്ലീഷിനും ഫുൾ മാർക്ക് വാങ്ങിച്ചതാണ്. 40 മാർക്ക് അവിടെ തന്നെ സെക്യൂറായി. പിന്നെ അന്ന് 50 കട്ട് ഓഫ്. അതിന് പാസ് ഞാൻ കയറിയിട്ടേ ഉള്ളൂ. പക്ഷേ അത് കയറാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണം സ്ട്രോങ് ആക്കാമെന്നായിരുന്നു. അപ്പോൾ നിങ്ങളും അതുതന്നെ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സെക്രട്ടറി അസിസ്റ്റൻറ്റ് പ്രിലിംസ് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം, ഈ 20 മാർക്ക് സെക്യൂർ ആക്കുക. അതിൻ്റെ കൂടെ മാത്സും പഠിക്കുക. പക്ഷേ ഇതിപ്പോൾ നമ്മൾ 11 മണിക്ക് ഇംഗ്ലീഷ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലാർക്കെങ്കിലും സ്പെഷ്യലായിട്ട് കയറണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം നമ്മളെ. അപ്പം ഇനി ഇതിലെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരിക്കലും ബേസിക്സ് കൊടുക്കുന്നില്ല. അതായത് ടെൻസ് എന്താണ്, പാർട്സ് ഓഫ് സ്പീച്ച് എന്താണ്, ആക്റ്റീവ് ആൻഡ് പാസീവ് എന്താണ്, ഓരോന്നിൻ്റെ റൂൾ എന്താണ്, അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നില്ല. അത് ഓൾറെഡി എൻ്റെ ക്ലാസ്സസ് കഴിഞ്ഞതാണ്. ഇപ്പം 11 മണിക്ക് എന്താണെന്ന് വെച്ചാൽ പ്രാക്ടീസ് സെഷൻസ് ആണ് നടക്കുന്നത്. ഇംഗ്ലീഷിൻ്റെ പ്രാക്ടീസ് സെഷൻസ് ആണ് നടക്കുന്നത്. അതായത് പ്രാക്ടീസ് സെഷൻസ് എന്ന് പറയുമ്പോൾ വെറുതെ പ്രാക്ടീസ് അല്ല, ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഒരു ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്താണ് ആൻസർ എന്നും പറയും, അതിൻ്റെ റൂളും മെൻഷൻ ആക്കും, അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും പറഞ്ഞു തന്നെയാണ് പോകുന്നത്. എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് പറഞ്ഞു തന്നെ പോകുള്ളൂ. അങ്ങനെ ഒരു 10 ക്ലാസ് നിങ്ങൾ കയറി കഴിഞ്ഞാൽ തന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് അറിയാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്കത് തറവാകും. പ്രാക്ടീസാണ് കീ. ആക്ച്വലി നമ്മൾ എത്രത്തോളം തിയറി പഠിച്ചെന്നുള്ളതല്ല, നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു, അതിലാണ് ശരിക്കും നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രാക്ടീസ് സെഷനാണ് 11 മണിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും ബേസിക് അറിയാത്ത ഒരാൾ ഇതിൽ ചെയ്യാൻ വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യില്ല. കുറച്ച് ബേസിക്കൊക്കെ സെറ്റ് ആയിട്ടുള്ളവരാണ്, പ്രാക്ടീസിലൂടെ പഠിക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ളവർ മാത്രം ജോയിൻ ചെയ്യാൻ നോക്കുക കേട്ടോ. പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ വെറും പ്രാക്ടീസ് മാത്രമല്ല, നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ റൂൾസും പറഞ്ഞു പോകും. പക്ഷെ എന്നാലും ബേസിക്സ് സെറ്റ് ആയിട്ടുള്ളവർ വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ പറയാനുള്ളത്, ഈ 11 to 12 വരെ ആഴ്ചയിൽ 3 ദിവസം ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടാവും. അതല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ സയൻസ്, അതായത് ഇതേ സെയിം ടൈം തന്നെ സയൻസ് പഠിപ്പിക്കുന്നുണ്ട്. സയൻസും ഇപ്പോൾ അത്യാവശ്യം കുറച്ച് പോർഷൻസൊക്കെ കവർ ആവാത്ത പോർഷൻസ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സയൻസിൻ്റെയും റിവിഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ PSCയിലൊക്കെ നമുക്ക് കൂടുതലും വേണ്ടത് റിവിഷനാണ്. എത്രത്തോളം റിവിഷൻ നടക്കുന്നു അത്രത്തോളം നമുക്ക് നല്ലതാണ്. എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, എത്രത്തോളം PYQ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നു, അതാണ് അതിൻ്റെ കീ എന്നുള്ളത്. അപ്പം നമ്മൾ സയൻസിൻ്റെ ടോപ്പിക്സൊക്കെ വേഗം തീർത്തിട്ട് റിവിഷനിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്ലാസ്സിലും ജോയിൻ ചെയ്യാം. 11 മണിക്കത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രമല്ല കിട്ടുന്നത്, അതിൻ്റെ കൂട്ടത്തിൽ സയൻസിൻ്റെ ക്ലാസ്സും കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്താൽ മതി.
സയൻസിൻ്റെ ക്ലാസ് കിട്ടും. അതല്ലാതെ നമ്മൾ ഇപ്പോൾ പ്രിലിംസ്, ഇപ്പോൾ അടുത്ത് വരുന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ പ്രിലിംസാണ്. അതുകൊണ്ട് തന്നെ പ്രിലിംസിൻ്റെ ഒരു റിവിഷൻ ബാച്ചും ഈ സെയിം ടൈമിംഗ് ഉണ്ട്. ഒരാഴ്ച എന്ന് പറയുമ്പോൾ ഒരു 6 days കിട്ടും. സൺഡേ ഓഫാണ്. 6 days കിട്ടും. അപ്പോൾ അതിൽ 6 days നിങ്ങൾക്ക് എന്താ ഒരു 3 ദിവസം ഇംഗ്ലീഷ് വരും. പിന്നെ ബാക്കിയുള്ള 3 ദിവസത്തിൽ ചിലപ്പോൾ 2 ദിവസമായിരിക്കും സയൻസ്. ഒരു ദിവസം അതിപ്പോൾ നമ്മുടെ കൺവീനിയൻറ്റ് പോലെ ഇരിക്കും. എന്തായാലും ഇംഗ്ലീഷ് 3 ദിവസം പ്രൊവൈഡ് ചെയ്യും. ബാക്കി ദിവസങ്ങളിൽ കൺവീനിയൻസ് പോലെ നമ്മൾ സയൻസ് പ്രാക്ടീസ് ചെയ്യും. അതേപോലെ തന്നെ പ്രിലിംസ് വേണ്ട ടോപ്പിക്സുകൾ ഓരോ ആഴ്ച വെച്ച് കവർ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ അതായത് ഈ ഒരു വീക്കിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു വീക്കിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു വീക്കിൽ അതിൻ്റെ റിവിഷൻ, അതായത് നിങ്ങൾ പഠിച്ചിട്ട് വരണം, നമ്മളത് റിവിഷൻ പോലെ കൊണ്ടുപോകും. നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, PYQ ഇൻക്ലൂഡ് ആക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അത് തറവാക്കും. അടുത്ത വീക്കിൽ അടുത്തൊരു ടോപ്പിക്ക് തരും. പ്രിലിംസ് എങ്ങനെയെങ്കിലും കവർ ആക്കണം. നിങ്ങൾ പ്രിലിംസിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് ടോപ്പിക്സ് എല്ലാം കവർ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ആക്ച്വലി നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ക്ലാസ്സും കൂടെ സെയിം ടൈമിംഗ് ആണ്. സയൻസും അതുപോലെ തന്നെ പ്രിലിംസിന് വേണ്ട ടോപ്പിക് വൈസ് റിവിഷൻ ക്ലാസ്സും കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പം ഇനി അതെല്ലാം നിങ്ങൾക്ക് ഫുൾ ക്ലാസ് വേണം. അതായത് നമ്മൾ രാവിലെ ഈ ഒരു ക്ലാസ് ഉണ്ട്, വൈകിട്ട് 7:30 to 9 മണി വരെ ഒരു ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിലാണ് കൂടുതലായിട്ടും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷിൻ്റെ ബേസിക്സ് ആണെങ്കിലും, ഇംഗ്ലീഷ് ഇനിയും തീരാനുള്ള ടോപ്പിക്സ് ഉണ്ട്, അപ്പോൾ അത് പഠിപ്പിക്കും. മാത്സിൻ്റെ ടോപ്പിക്സ് പഠിപ്പിക്കും. അതല്ലാതെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് അങ്ങനെ ടോപ്പിക്കും. ഇനിയും പ്രിലിംസ് കഴിഞ്ഞാൽ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ മെയിൻസ് ടോപ്പിക്കും തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വൈകിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ രാത്രിയിൽ 10 മണിക്കും CAൻ്റെ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ക്ലാസ്സസ് പോകുന്നത്. പിന്നെ നമ്മുടെ പേപ്പർ 1, അതായത് മെയിൻസിൻ്റെ പേപ്പർ 1 സിലബസിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ മാറിയിട്ടുണ്ട്. പണ്ട് ഡിഗ്രി ലെവൽ ഉണ്ടായിരുന്ന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ല, അവരെല്ലാത്തിലും മാർക്ക് മാറിയിട്ടുണ്ട്. അതായത് സയൻസിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഒക്കെ അല്ലെങ്കിൽ മാത്സിൻ്റെ ഒക്കെ പ്രാധാന്യം കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ബയോളജി ഒക്കെ വരുന്നതാണ്, സ്കീംസ് ഒക്കെ വരും. ഫിസിക്സ്, കെമിസ്ട്രി, ഈ 3 എണ്ണത്തിനും കൂടെ 21 മാർക്സ് ആണ്. ഈ 3 എണ്ണത്തിന് മാത്രമായിട്ട് 21 മാർക്സ് ആണ് പറയുന്നത്. അതേപോലെ ഇംഗ്ലീഷിനാണെങ്കിൽ 13 മാർക്സ്. നേരത്തെ 10 മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. 3 മാർക്ക് എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ 13 മാർക്സ് ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ഈ 21 മാർക്ക് എന്ന് പറയുന്നത് കിട്ടാൻ അത്ര എളുപ്പമായിരിക്കില്ല. കാരണം നമ്മൾ NCERT കവർ ചെയ്യണം, സയൻസിലെ NCERT കവർ ചെയ്യണം, SCERT കവർ ചെയ്യണം. ഇതും കൂടാണ്ട് UPSC ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്താൽ നല്ലതായിരിക്കും. ഇഗ്നോൻ്റെ സിലബസിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ UN എക്സാംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ലൂയിസ് ആസിഡ്, ലൂയിസ് ബേസ് എന്താണ്, അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഏതാണെന്ന് കുറേ പേപ്പറിൽ ഇപ്പം അടുപ്പിച്ച് ചോദിക്കുന്നുണ്ടല്ലേ. ഇത് ശരിക്കും കണ്ടുപിടിക്കാൻ, ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, എങ്ങനെയാണ് ലൂയിസ് ആസിഡ്, ലൂയിസ് ബേസ് കണ്ടുപിടിക്കേണ്ടതെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ്. ജസ്റ്റ് PYQ പഠിച്ചു വെച്ചിട്ട് പോകുന്നവരാണ്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ് തരുന്നതായിരിക്കും. ഹൈഡ്രജൻ സ്പെക്ട്രം, അതും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ടോപ്പിക്കാണ്. ഇതൊക്കെ എവിടെ നിന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്യുവർലി NCERT നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഹൈഡ്രജൻ സ്പെക്ട്രം ആയാലും ലൂയിസ് ആസിഡ്, ലൂയിസ് ബേസ് ആണ്, അങ്ങനെ എന്ത് നമ്മൾ കേട്ടിട്ടില്ലാത്ത ട്രെൻഡിങ് ആയിട്ടുള്ള സയൻസിൽ നിന്നുള്ള ടോപ്പിക്സ് ഒക്കെ NCERT ബേസ്ഡ് ആണ്. അപ്പം അതെല്ലാം നമ്മൾ ക്ലാസ്സിൽ വിശദമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ സയൻസിനൊക്കെ പ്രാധാന്യം മനസ്സിലാക്കി, ഇംഗ്ലീഷിനൊക്കെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാച്ച് ജോയിൻ ചെയ്യുക. ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സും ഉണ്ട്, അതുപോലെ സയൻസിൻ്റെ. ഇപ്പോൾ നിങ്ങൾ റിവിഷൻ ബാച്ചിട്ട് എടുത്താൽ മതി സയൻസ്, കാരണം ആ സയൻസിൻ്റെ ഒരു പകുതി മുക്കാൽ പോർഷൻ നമ്മൾ കവർ ആക്കിയിട്ടുണ്ട്. പക്ഷേ കവറാക്കിയ പോർഷൻസ് റിവിഷനായിട്ട് നമ്മൾ തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളത് സീരിയസ് ആയിട്ട് എടുക്കണം. ഈ സയൻസും അതുപോലെ ഇംഗ്ലീഷും മാത്സും എന്നൊക്കെ പറയുന്ന സബ്ജക്ട്സ് സീരിയസ് ആയിട്ട് എടുക്കണം. സ്പെഷ്യൽ ടോപ്പിക്കിനും മറ്റ് ടോപ്പിക്സിനും കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട്, അതായത് ഈ എക്സാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇമ്പോർട്ടൻസ് എവിടെ കൊടുക്കണം എന്ന് അറിഞ്ഞു പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പം അഡ്മിഷൻ ഓപ്പൺ ആണ്. പിന്നെ ജോയിൻ ചെയ്യുന്നവരാലോചിക്കുക, ബേസിക്സ് കുറച്ചെങ്കിലും തറവായിട്ടുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക. അവരോട് മാത്രമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ വന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. കാരണം ഇംഗ്ലീഷിൻ്റെ ബേസിക്സ് എടുത്തു കഴിഞ്ഞു, മാത്സിൻ്റെ ചാപ്റ്റർ പകുതിയായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിക്സ് തറവായിട്ടുള്ളവരാണ്, റിവിഷനാണ് കൂടുതലും വേണ്ടത് എന്നുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക. അപ്പം ഇംഗ്ലീഷിന് മാത്രമായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഗ്രാമർ മാത്രമല്ല വൊക്കാബുലറി എല്ലാ ദിവസവും നോക്കുന്നുണ്ട്, ഫ്രേസൽ വെർബ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പം ഇംഗ്ലീഷ് മാത്രമാണ് വേണ്ടെങ്കിൽ അതിന് ജോയിൻ ചെയ്യുക. അതല്ല ഫുൾ ബാച്ച് വേണം എന്നുള്ളവരാണെങ്കിൽ അതിന് ജോയിൻ ചെയ്യുക. ഈ വീഡിയോന് താഴെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നതായിരിക്കും. വാട്സപ്പ് നമ്പറാണ്, അതിൽ മെസ്സേജ് അയയ്ക്കുക, കോൾ ചെയ്യാൻ പറ്റില്ല. വാട്സപ്പ് എടുത്തിട്ട് ആ നമ്പറിലൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇനി കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാനുള്ള നമ്പറും പ്രൊവൈഡ് ചെയ്യാം. എവിടെ? വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മൾ ഫീസ് സ്ട്രക്ചറിനെ പറ്റിയൊക്കെ പറയുന്നതായിരിക്കും. അപ്പം താല്പര്യമുള്ളവർ ഈ താഴത്ത് കൊടുത്തിരിക്കുന്ന കമൻറ്റ് സെക്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.